ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിത് തൃപ്രയാർ എന്തിനോ പോയിട്ട് തിരിച്ചു വരുന്ന ടൈമിൽ ഇത് നമ്മളെ ബോട്ടിങ്ങിലൊന്ന് കയറാൻ ചോദിച്ചിട്ട്, അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ കേട്ടോ അവിടെ തുടങ്ങിയിട്ട് ഈ ബോട്ടിങ്ങും സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് കണ്ട മുതൽ എനിക്ക് ഭയങ്കര എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ബോട്ടിങ് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ മോനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ ഞങ്ങൾ മറ്റേ അംഗനവാടിയിൽ ടൂറ് പോയപ്പോൾ അവനക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മോനിക്ക് നല്ല ഇഷ്ടമാണ്, എന്നാൽ പിന്നെ കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾക്ക് 100 രൂപ എന്തോന്നു ആയത്. അപ്പോൾ ഞങ്ങളിത് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആൾ പറഞ്ഞ് 3 ആൾക്കാരെയോ 4 ആൾക്കാരെ അങ്ങോട്ട് വേണം, എന്നാലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചെന്ന ടൈമിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആൾ വരട്ടെ, വെയിറ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന്. അപ്പോൾ ഞങ്ങളും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ തൃപ്രയാർ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബാക്ക് സൈഡ് തന്നെ. അപ്പോൾ ഞങ്ങൾ കയറി ഇരുന്നിട്ടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആൾ വന്നിട്ടാ, വേറൊരു ഫാമിലി വന്ന്. അപ്പോൾ അവർ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ തന്നെ വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, ഇരുട്ടാവാനായി, ബാങ്കൊക്കെ വിളിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അപ്പുറത്തെ സൈഡിലാണ് ഇരുന്നത്. ഞാനും നീച്ചുമോനും ഇപ്പുറത്തെ സൈഡിൽ ഇരുന്നു. പിന്നെ അധികം ഉണ്ടായിരുന്നില്ല, എവിടെ വേണേലും പോയിരിക്കാം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ നമ്മളെ തൃപ്രയാർ അമ്പലം ഉണ്ടായി കാണുന്നത്. അപ്പോൾ ആ വഴിക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത്. പിന്നെ കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഓരോന്ന് കണ്ട് അതൊക്കെ ആസ്വദിച്ചിട്ടാണ് പോണത്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ നിച്ചുമോന് എനിക്കെന്തെങ്കിലും പറ്റണേനാണല്ലോ ഈ ഒരു സംഭവം ഇടുന്നത്. അപ്പോൾ എനിക്കെന്തെങ്കിലും പറ്റിയാൽ എൻ്റെ മോനിക്ക് എന്തെങ്കിലും പറ്റണമെങ്കിൽ എൻ്റെ മോനെ രക്ഷിക്കാൻ പറ്റുമോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്ത് പണി ചെയ്ത് നിച്ചുമോനെയും കൂടെ ഇരുത്തി. പിന്നെ കുട്ടിക്ക് ബുദ്ധിമുട്ടായി തോന്നി. പിന്നെ അവൻ അതിൽ നിന്നൊക്കെ ഇറങ്ങി ഓടൽ തുടങ്ങി. അപ്പോൾ ഞാൻ പിടിച്ച് വെച്ചിരുന്നത് എനിക്ക് സമാധാനം ഉണ്ടാവില്ലായിരുന്നു. നമുക്കെന്ത് സംഭവിച്ചാലും കുട്ടികൾക്കൊന്നും സംഭവിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അവനെ കുറച്ച് നേരമൊക്കെ അതിൻ്റെ ഉള്ളിലിരുത്തി. ഞാൻ ആ കോട്ടീൻ്റെ ഉള്ളിലൊക്കെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാലം വരെ കേട്ടോ നമ്മൾ പോണത്. അത് കഴിഞ്ഞാൽ തിരിച്ച് റിട്ടേൺ പിന്നെയും വരും. അപ്പോൾ വേറെ വഴിക്കാണ് റിട്ടേൺ പോണത്. വേറെ വഴിക്ക് വെച്ചാൽ ഇപ്പുറത്തെ സൈഡിൽ കൂടെ, അപ്പുറത്തെ സൈഡിൽ കൂടെ പോന്ന് ഇപ്പുറത്തെ സൈഡിൽ കൂടെ തിരിച്ച് പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവേണ്ട. അപ്പോൾ അവിടെ വേറെ എന്തോ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതെന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. അതന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഫുഡ് എന്തോ ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ പുതിയ ചാനലാണ്, മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നോക്കാം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.